സംവിധാനങ്ങളോടെ മുണ്ടകയിൽ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണോ അതിൻ്റെ ഹൈറ്റ് ഉണ്ടായിരുന്നത് ആ ഹൈറ്റിൻ്റെ അളവ് നേരത്തെ നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഉരുൾപൊട്ടലിന് ശേഷം മണ്ണ് വന്ന് മൂടിക്കിടക്കുന്നതിൻ്റെ ഹൈറ്റ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം -2 മീറ്റർ മുതൽ 10 മീറ്റർ വരെ കാണുന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു -2 മീറ്റർ മുതൽ 11 മീറ്റർ വരെ കാണുന്നുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇവിടെ 318 കെട്ടിടങ്ങളുണ്ടായതിൻ്റെ GIS മാപ്പിംഗ് നമ്മൾ ഓൾറെഡി നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ രണ്ടിനെയും തുലനം നടത്തിക്കൊണ്ട് എവിടെയാണോ കൂടുതൽ സോയിൽ ഡെപ്പോസിറ്റ് ഉള്ളത്, ഡബ്രി ഡെപ്പോസിറ്റ് ഉള്ളത്, അത് നോക്കി ആ പ്രദേശങ്ങളിൽ കൂടി കേന്ദ്രീകരിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ ഒരു വഴിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൂർണ്ണമായും റേഷൻ കാർഡ്, ആശാ വർക്കേഴ്സ്, അംഗനവാടിക്കാർ, ജനപ്രതിനിധികൾ ഇവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മിസ്സിംഗ് കേസുകൾ പൂർണ്ണമായിട്ടെടുത്ത് ആ മിസ്സിംഗ് കേസുകളിൽ ഏതൊക്കെയാണോ ഇവിടെ കണ്ടെത്തിയത്, അത് ജീവനോടെയാണെങ്കിലും അല്ലെങ്കിലും കണ്ടെത്തിയത് ഏതൊക്കെയാണോ അത് പൂർണ്ണമായും ക്ലോസ് ചെയ്ത് അല്ലാത്ത കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം നീളുക എന്ന ഒരു ശ്രമമാണ് മറ്റൊന്ന് നടത്തിയിട്ടുള്ളത്. ഇത് രണ്ടും ക്രോഡീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടി സാധിക്കൂ. ഇതിൻ്റെ ആക്ച്വൽ എത്ര പേരെ ബാധിച്ചു എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റുമോ? കാരണം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുണ്ട്, കൃത്യമായി രേഖകളില്ലാതെ താമസിച്ചിരുന്നവരായിരിക്കാം അവരൊക്കെ. അപ്പോൾ എത്ര പേരെ ഇതോടൊപ്പം അഫക്റ്റ് ചെയ്തു എന്നത് കൃത്യമായ കണക്ക് നമുക്ക് നാളെ വൈകുന്നേരത്തോടു കൂടി ആ വിധത്തിലാകാം. അതിൽ തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഏതെങ്കിലും വിധത്തിൽ എൻട്രി ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ലഭ്യമാകുള്ളൂ. ഇപ്പോൾ കെട്ടിടങ്ങളിൽ തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ മാപ്പ് എടുത്തു. നമ്മൾ വോട്ടർ പട്ടികയാണ് ആദ്യം എടുത്ത് അത് മാറ്റി റേഷൻ കാർഡ് ആക്കിയത് തന്നെ കുട്ടികളുടെ ഉൾപ്പെടെ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പരമാവധി രജിസ്റ്റേർഡായ ആളുകളുടെ എണ്ണമായിരിക്കും നമുക്ക് കിട്ടുക. എന്തായാലും നാളെ വൈകുന്നേരത്തോടു കൂടി അത് പൂർണ്ണമായി കിട്ടും. പിന്നെ നമ്മളൊരു ശ്രമം നടത്തുന്നത് ക്യാമ്പുകളിൽ ഇപ്പോഴുള്ള ഓരോരുത്തരെയും മുഖാമുഖം നമ്മൾ സംഭാഷണം നടത്തുന്നുണ്ട്. അതിന് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ടീമിനെ തന്നെയാണ് വിട്ടിട്ടുള്ളത്. ഒറ്റയടിക്ക് ചോദിക്കുമ്പോൾ പ്രയാസം ഉണ്ടാകും. അപ്പോൾ അവരുടെ ഓർമ്മകളെടുത്ത് കൗൺസിലർമാരെ ഉൾപ്പെടെ വെച്ചുകൊണ്ട് എത്ര പേർ വീട്ടിലുണ്ടായിരുന്നു, അവരെ നഷ്ടപ്പെട്ടതായി അറിയുമോ, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളത് മുന്നോട്ട് പോകുന്നത്. ഒറ്റ കാര്യം പ്രത്യേകമായി പറയട്ടെ, ഇന്നും നാളെയുമായി നമ്മൾ ക്യാമ്പുകളിലെ മൊബൈൽ സംവിധാനത്തിനൊരു പുതിയ പരിശ്രമം നടത്തുകയാണ്. അതായത് മൊബൈൽ നഷ്ടപ്പെട്ടു, അവർക്ക് ഒരു മൊബൈൽ കൊടുക്കാനുള്ള സൗകര്യം നമ്മുടെ കയ്യിലുണ്ട്. കാർഡും കൂട്ടത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കാർഡിൻ്റെ നമ്പർ അറിയുകയാണെങ്കിൽ ആധാർ കാർഡ് എടുക്കാതെ തന്നെ തമ്പ് വെച്ചുകൊണ്ട് നമുക്കത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാവുന്ന സംവിധാനം ഉണ്ടാകും. അപ്പം അത് വന്നാൽ ഇവർ ഓർമ്മയുള്ള നമ്പറുകളിൽ കൂടി ഒന്ന് വിളിച്ചു നോക്കിയാൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് അവർ ബാക്കിയുണ്ടോ എന്നതുകൂടി അറിഞ്ഞുകൊണ്ട് ഈ അന്വേഷണത്തിന് വേണ്ടി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ കുറച്ച് നേരത്തെ നമ്മളോടക്കം മാധ്യമപ്രവർത്തകരോട് ഇവിടുത്തെ ചില രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ടായി തൊട്ടടുത്തടക്കം ഭക്ഷണം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ നിർത്തി. ഇപ്പോൾ കേന്ദ്രീകൃതമായ ഒരു സംവിധാനം സർക്കാർ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഭക്ഷണമാണ് കൊടുക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ അത് പലർക്കും ലഭിക്കുന്നില്ല. പോലീസിന്റെ വയർലെസ് സെറ്റുകളിലൂടെ ഉൾപ്പെടെ കേൾക്കുന്നു 30 പോലീസുകാർ അവിടെ കഴിക്കാനുണ്ട്, ഇത്ര പോലീസുകാർ ഇവിടെ കഴിക്കാനുണ്ടെന്നുള്ള പരിമിതികൾ ഉണ്ടാകാം. പക്ഷേ നമ്മൾ ആ പരിമിതികളെ മറികടക്കാൻ ഒറ്റയടിക്ക് എല്ലാം കൊണ്ട് നിർത്തുമായിരുന്നു വേണ്ടത്. ഉറപ്പായിട്ടും അങ്ങനെയല്ല. ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒറ്റയടിക്ക് നിർത്തുകയല്ല നമ്മൾ ഉദ്ദേശിച്ച ഒറ്റ കാര്യമുള്ളൂ. ഇതിനകത്തേക്ക് പോകുന്ന സ്ഥലങ്ങളിൽ വളരെ ഹൈജീനിക്കായ ഭക്ഷണം കൊടുക്കണം. ഇടയിൽ നമ്മുടെ ആർമി തന്നെ നമ്മളോട് പറഞ്ഞൊരു കാര്യം, ഇടക്കാലത്ത് ഭക്ഷണം മേടിച്ച് കഴിച്ചൊരു ചെറിയ പ്രയാസം ഉണ്ടായി എന്ന് വന്നപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റി ക്ലിയർ ചെയ്തിട്ടുള്ള ഭക്ഷണം അകത്തു കൊടുക്കാം എന്ന് കരുതിയിട്ടാണ്. അത് തന്നെയാണ് കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ വാഹനങ്ങൾ ധാരാളമായി ഫുഡ് സപ്ലൈ എന്ന ബോർഡ് വെച്ചുകൊണ്ട് 30 ഭക്ഷണവും 40 ഭക്ഷണമൊക്കെ വെച്ചുകൊണ്ട് അകത്തേക്ക് കടത്തുമ്പോഴുള്ളൊരു പ്രയാസം കൂടിയുണ്ട്. നമുക്കിപ്പോൾ പോലീസിൻ്റെ ഫോഴ്സിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം കൃത്യ നമ്പറുണ്ട്. രാവിലെ ആരുടെ കയ്യിലാണോ കൊടുക്കേണ്ടത്, 50 പേർ, 60 പേർ, 70 പേർ, 80 പേർ കടന്നു വരുന്ന വളണ്ടിയേഴ്സിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുന്ന വിധത്തിൽ കടക്കാനുള്ള സംവിധാനം ഉണ്ടാകും. അപ്പോൾ ഈ കാര്യത്തിൽ ചിലപ്പോൾ ഒരു മാറ്റം സ്വാഭാവികമായിട്ട് ഉണ്ടാകുമ്പോഴുള്ള ചില പ്രയാസങ്ങളുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളത് വെറുതെ തള്ളിക്കളയുന്നില്ല, പൂർണ്ണമായും നോക്കി. അതിനൊരു പ്രശ്നമുണ്ട്. 4 മണിക്ക് വന്ന ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് 3000-ലേറെ ഭക്ഷണം അകത്തേക്ക് കടത്തി വിട്ടിട്ടുണ്ട്. അത് ഒരു നമ്പറും ഇല്ലാതെ ഇടനേരത്തെ ആളുകൾ വന്നു കയറുകയാണ്. ഇപ്പോൾ നമുക്ക് രാവിലെ 7 മണി വരെ വന്ന ആളുകളെ വെച്ചുകൊണ്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക. 10:30 മണിക്ക് വന്നിട്ട് ഒന്നുകിൽ 7 മണിക്ക് വന്ന ആളുകളുടെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ പിന്നെ വിശക്കുന്നു എന്ന് പറയുക എന്ന് ചെയ്യുന്നതിലുണ്ടാകുന്ന ഒരു സാങ്കേതിക തകരാറാണ്. അത് ഒരു കാരണവശാലും മനഃപൂർവ്വം ഉള്ളതല്ല. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പരിഹരിക്കും. ആ പ്രശ്നം ഏത് വിധാനയാണോ പരിഹരിക്കേണ്ടത്, ഇനി ആളുകൾക്ക് തന്നെ തയ്യാറാക്കി കൊടുക്കണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു 1 കിലോമീറ്റർ അപ്പുറത്ത് അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു പോയിന്റ് വെച്ചിട്ട് അവിടെ സമാഹരിച്ച് കൊടുക്കുന്ന കാര്യം നേരത്തെ ഞങ്ങൾ ആലോചിച്ചിരുന്നതാണ്.
അത് വേണമെങ്കിൽ അങ്ങനെയാക്കാം. കഠിനമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾക്കിടയിൽ ചെറിയ പ്രയാസങ്ങൾ നമ്മൾ ഉണ്ടാകുന്നത് ബോധപൂർവം അല്ല എന്ന് മനസ്സിലാക്കുക. സന്നദ്ധ സംഘടനകൾക്ക് ഈ ഫുഡ് സേഫ്റ്റി ഉറപ്പാക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥരെ വെച്ച് ഉറപ്പാക്കിക്കൊണ്ട് ഭക്ഷണ വിതരണം തുടരാനുള്ള സംവിധാനം ഒരുക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും സന്നദ്ധ സംഘടനകൾക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. ആയിരക്കണക്കിന് ആളുകൾ അങ്ങ് മുകളിലോട്ട് പോയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനുള്ളത് എന്താണെന്ന് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒന്നുകിൽ അങ്ങനെ പോകുന്ന ആളുകൾ വഴിയിലൊരു പോയിന്റിൽ നിന്ന് ഭക്ഷണം കളക്ട് ചെയ്ത് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കുകയോ, അതല്ലെങ്കിൽ ഇതിപ്പോൾ അകത്തേക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്പർ പോയാൽ അകത്ത് സപ്ലൈ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുതിയതായി എൻട്രി ചെയ്യുന്ന ആളുകൾ നമുക്കൊരു കേന്ദ്രത്തിൽ പോയിന്റ് ഇട്ട് അവിടെ നിന്ന് ഭക്ഷണം കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടാക്കുക. എന്തായാലും ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ബോധപൂർവമായ ഒരു തടസ്സമില്ല. എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ ഈ പറഞ്ഞ പോലെ മിസ്സിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉച്ചയോടുകൂടി പരിഹരിക്കാം. നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. അതായത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചതിൽ ഇപ്പോൾ അല്പസമയം നമ്മൾ കേന്ദ്രമന്ത്രിയോട് ചോദിച്ചിരുന്നു. അപ്പോൾ മുൻപ് സംഭവിച്ച കാര്യങ്ങൾ കൂടി പരിശോധിച്ചും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ നൽകുന്നതനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന്, അതായത് എല്ലാ സഹായം ചെയ്യുന്നു എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു തർക്കത്തിന് ഇപ്പം ഇല്ല. കേന്ദ്ര ഗവൺമെൻറ്റോ കേരള ഗവൺമെൻറ്റോ തമ്മിലുള്ളൊരു തർക്കത്തിൻ്റെ ഘട്ടമല്ല. മണ്ണിനടിയിൽ മനുഷ്യർ എത്രയുണ്ട് എന്ന് അന്വേഷിക്കാനുള്ള ഒരു പോക്കിനകത്ത് നമുക്കിനി എന്താ തർക്കം? ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം. 2 മന്ത്രിമാരുള്ള സാഹചര്യത്തിൽ പുനരധിവാസം എത്ര സഹായങ്ങൾ ലഭ്യമായാലും ഇല്ലെങ്കിലും പുനരധിവാസം ഏറ്റവും വിശാലമായ അർത്ഥത്തിൽ ഒരാൾ പോലും വിട്ടുപോകാതെ ബാല്യങ്ങളെ സംരക്ഷിക്കുന്നത് മുതൽ താമസിക്കൽ ഉൾപ്പെടെ ജോലി ഉൾപ്പെടെ എല്ലാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെൻറ് ഒറ്റക്കെട്ടായി നിൽക്കും. എല്ലാ ഏജൻസികളുടെയും സഹായം ആവശ്യപ്പെടും. കേന്ദ്ര ഗവൺമെൻറ്റിനോട് പ്രത്യേകമായ സഹായവുമായി മുന്നോട്ട് പോകും. മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ ബന്ധപ്പെട്ടവരെ കണ്ട സഹായത്തിൻ്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കും. സംസ്ഥാന സർക്കാരിന് തുറന്ന മനസ്സാണ്, ഒരു പ്രയാസം. എങ്ങനെയാ ഇപ്പോൾ ടെമ്പററി അറേഞ്ച്മെന്റ് എന്നാ? അല്ലല്ല, അത്ര എല്ലാ കാലത്തും ക്യാമ്പ് തുടരാൻ പറ്റൂലല്ലോ. അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല. കഴിയുന്നത്ര വേഗം അവരെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. പക്ഷേ മിനിസ്റ്റർ പറഞ്ഞ പോലെ ഒന്നാമത്തെ പ്രശ്നം എന്താണ്? ഒന്നാമത്തെ പ്രശ്നം ഇവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് മുഖ്യ പരിഗണന നൽകുമ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ചില അപാകതകളുണ്ടാകും. ഇത്രയും വലിയൊരു ദുരന്തം നമ്മൾ ഇതുവരെ നേരിട്ടിട്ടില്ല, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനൊരു സാഹചര്യത്തിൽ ചില പ്രശ്നങ്ങൾ ചെയ്തു വരുമ്പോൾ ചില പോരായ്മകളുണ്ടാകും. ഒരു വാക്കും കൂടി കൂട്ടിച്ചേർക്കുന്നത് തെറ്റാന്ന് തോന്നില്ല. ഈ പുറത്തുനിന്നുള്ള ആൾ കൊണ്ടുപോയി ഭക്ഷണം കഴിച്ചവർക്ക് അസുഖം ഉണ്ടായ ഒരു വിഷയം കൂടിയുണ്ട്. ഞാനിപ്പോൾ അത്രേ പറയുന്നുള്ളൂ. തീർച്ചയായും മിനിസ്റ്റർ, ഇതിൽ പറയുന്നത് ഈ പല ആശങ്കകൾ ഇവർ പങ്കുവെക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. പൂർണ്ണമായി നിർത്തിവെക്കാൻ പറഞ്ഞു എന്നാണ് സന്നദ്ധ സംഘടനകൾ പറയുന്നത്. നമുക്ക് സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണല്ലോ. ഷുവർ. അതുകൊണ്ട് തന്നെ അല്ല അതിലൊന്നും തർക്കമില്ല. പക്ഷെ പലയിടങ്ങളിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത് പോയ ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുക. ഫോഴ്സ് കൃത്യം നമ്പർ ഉണ്ട്. 162 സംഘടനകളിൽ നിന്ന് പോയ 1642 കൃത്യം കണക്കുണ്ട്. പക്ഷെ കൂടുതൽ ആളുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ഞങ്ങൾ പരിഹരിക്കാം. അത് നോക്കി നമ്മളിപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണല്ലോ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ. അപ്പം ഏത് ഭാഗത്താണ് കുറവ് വരുന്നതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് കുറവ് വരും. ഭക്ഷണം ബാക്കി വരുന്നുണ്ട്, പക്ഷെ ചില മേഖലകളിൽ കൃത്യമായി വിന്യസിപ്പിക്കാത്തതിൻ്റെ പ്രശ്നമാകും. അത് ഉച്ചയോടുകൂടി പരിഹരിക്കും. കൂടി ചോദിക്കട്ടെ മിനിസ്റ്റർ, ഈ പള്ളി കേന്ദ്രീകരിച്ചാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചിരുന്നത്. സദാസമയം ഭക്ഷണം കിട്ടിയിരുന്ന ഒരു സ്പേസുമാണ്. അതാണ് കിട്ടാത്തത്. അല്ല അത് ഞങ്ങൾ നോക്കാം. അകത്തേക്ക് വിടുന്ന ഭക്ഷണത്തിൽ ശരി നോക്കാം. അതായത് ഈ ഭക്ഷണ വിതരണം ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സുരക്ഷ അനുസരിച്ച് ഉണ്ടാക്കാനുള്ള സംവിധാനം ഒരുക്കുക. ഞാൻ പറയാം, ഇത് കഴിഞ്ഞിട്ട് പറയാം. അല്ല അങ്ങനെ പറയല്ലേ. കിട്ടാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം. എവിടെയാണ് കിട്ടാത്തത് ഞങ്ങൾ പരിഹരിക്കാം. എത്രയും പേർക്ക്? അല്ല, പോലീസുകാർക്കൊക്കെ കൃത്യം ഏജൻസിയുടെ എണ്ണം ഉള്ളതല്ലേ. ആ പോലീസ് ഫോഴ്സാണ് അതിന് സമാധാനം പറയേണ്ടത്. കൃത്യമായി എല്ലാവരും പണിയെടുക്കുന്നുണ്ട്, ഭക്ഷണവും അതനുസരിച്ച് പോകുന്നുണ്ട്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം. അത് പരിഹരിക്കാം. ശരി, ആർക്കും വരെ ഫുഡ് കിട്ടിയിട്ടില്ല ഇതുവരെ. ഇത്ര നേരം രാവിലെ 5-6 മണിക്ക് കയറുന്ന ആൾക്കാരിൽ ഇത്ര നേരം ഫുഡ് കിട്ടാത്ത അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇത്ര നേരമായിട്ട് വളരെ മോശം അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വെറും കയ്യിലാകെ കുപ്പി വെള്ളമായിട്ട് വൈകുന്നേരം വരെ പിടിച്ചിക്കേണ്ട അവസ്ഥയപ്പോൾ ഇത് വെച്ചിട്ട് ഞങ്ങളോട് പരാതിപ്പെടുന്നു സാർ. ഇന്നലെ വരെ ഞങ്ങൾ എന്ത് ചെയ്തിരുന്നു അറിയോ? അതായത് ഈ 2 ഗ്രൂപ്പുകളെ ക്രോഡീകരിച്ചുകൊണ്ട് ഇവിടെ എല്ലാ ആളുകൾക്കും ഫുഡ് കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കിയ ആളാണ് ഞാൻ. അതായത് വൈറ്റ് ഗാർഡ് നാദാപുരം എന്ന് പറഞ്ഞ ടീമാണ് നമുക്ക് വേണ്ടി എല്ലാ ആളുകൾക്കും ഭക്ഷണം കൊടുത്തിരുന്നത്. നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ച ആളുകളായിരിക്കും മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലക്ക്. 2 കടച്ചിക്കുന്ന് കൂട്ടായ്മ എന്നൊരു ടീമും ഇവിടെ പള്ളിയിൽ വെച്ച് ഭക്ഷണം കൊടുത്തിരുന്നു. അവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തു. ഇവിടെയുള്ള പ്രാദേശത്തുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അത് ശരിയായ രീതിയിൽ ശരിയായ സ്ഥലങ്ങളിലേക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചത്. കാരണം പ്രധാനമായിട്ട് നമ്മുടെ പ്രദേശത്തുള്ള വോളണ്ടിയേഴ്സാണ് ഇതിൽ സഹകരിച്ചിരുന്നത്. ഇപ്പം ഞാൻ
എനിക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മീൻസ് ഞാൻ പഠിപ്പിക്കുന്ന ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ആളാണ്. അതിലൊരു അധ്യാപകൻ മരണപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല, മിസ്സിംഗ് ആണ്. പക്ഷേ ഇതുവരെ കിട്ടിയില്ല. ഞങ്ങൾക്ക് അതിൻ്റെ പിന്നാലെ പോലും പോകാതെ ഞങ്ങൾ ഇതിൽ വേക്കിൽ നിൽക്കാനുള്ള കാരണം നിങ്ങളെ നാടിനെ തിരിച്ചെടുക്കുക എന്നുള്ള ഒരൊറ്റ കാരണത്താൽ വെച്ചിട്ടാണ്. ഇപ്പോൾ ഈ സംഘടന ഉള്ള ആളുകൾ തിരിച്ചു പോകാറപ്പോൾ എന്നെ വിളിച്ചിരുന്നു. അവർ കരഞ്ഞുകൊണ്ടാണ് പോയത്. അപ്പോൾ അവർ ഫസ്റ്റ് എന്നെ സമീപിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ 10,000 ആളുകൾക്കുള്ള ഭക്ഷണം തരാൻ ഞങ്ങൾ തയ്യാറാണ്. അത് ഗ്രാസ് റൂട്ടിൽ കൊണ്ടുപോയി ആളുകൾക്ക് എത്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്കാണുള്ളത്, ഈ പ്രദേശവാസികൾ എന്നുള്ള നിലക്ക് നിങ്ങൾക്കാണുള്ളത്. അതുകൊണ്ട് ഈ കാര്യം നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ആ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായി നിർവഹിക്കണം എന്ന് ഞങ്ങളിത് ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ടായത്. കാരണം ഇത് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ ദൈവവിശ്വാസികളാണ്, നാളെ നമ്മളിത് ചോദ്യം ചെയ്യുന്നുള്ളൊരു മാനസികാവസ്ഥ നമ്മൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറയുന്നത് സർക്കാർ ശരിയായ രീതിയിൽ ഇത് ഇടപെട്ടിട്ടില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പോലീസ് ഫോഴ്സ് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, എല്ലാ ഫോഴ്സുകളും നാട്ടുകാർ ഇറക്കിയിരുന്നു. പക്ഷേ അവർക്കാർക്കും ഭക്ഷണം കിട്ടുന്നില്ല. ഇന്നലെ തന്നെ സൂചിപ്പാറുന്ന ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല. എന്നിട്ടിപ്പോൾ 4-5 ഭക്ഷണം കിട്ടി. ഇപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ പറയുന്നത് ഇപ്പോൾ പ്രദേശവാസികൾക്ക് ഭക്ഷണം കിട്ടാത്തതുണ്ട്. നിങ്ങൾക്ക് സർക്കാരിനെ അതൊന്നും അറിയാൻ കാര്യമില്ല. ഒരു 70ഓളം കുടുംബങ്ങളിൽ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ വന്ന് താമസിക്കുന്നുണ്ട്. അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വണ്ടി ഏർപ്പാട് ചെയ്തതിന് ഇതേ ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആർക്കും ഭക്ഷണം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ട്. ഒരുപാട് ബോഡികളുണ്ട്, അവരൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. അവർ അവിടെ മറയുന്നുണ്ട്. ഒരുപാട് പേര് തിരിച്ചറിയാത്ത ഒരുപാട് ബോഡികളുണ്ട്, അവരൊന്നും ഭക്ഷണം കഴിച്ചില്ല. ഒരുപാട് സന്നദ്ധ ഇവിടെ ഉണ്ട്, അവരൊന്നും ഫുഡ് കഴിച്ചില്ല. രാവിലെ ഒരു കുപ്പിയും ബിസ്ക്കറ്റ് എടുത്ത് എല്ലാവരും കയറിയതാണ്. ഒരു ഇതുവരെയായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ പല പേരും മിണ്ടാതെ നിൽക്കുക, ഫുഡ് അവർ കഴിച്ചിട്ടില്ല. ആർമി ഓഫീസർ കഴിച്ചിട്ടില്ല. ഒരുപാട് പേര് ഇവിടെ ഫുഡ് കഴിക്കാതെ നിൽക്കുന്നുണ്ട്. ഇവരൊരു ദിവസം കൊണ്ടാണ് ഒറ്റയടിക്ക് ഇല്ലാതാക്കിയത്. ഫുഡ് അവിടെയും പറ്റില്ല, ഇവിടെയും പറ്റില്ല. ഒരിക്കലും ശരിയല്ല. ഇതിന് നല്ലൊരു ഇതിന് ഒരു നടപടി വരണമെന്ന് പോലീസ് കൃത്യമായി നിർത്തിവെക്കണമെന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞു. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് തന്നെ പറയുന്നത് എന്താ അറിയാം, അവര് പേര് നമുക്ക് പറയാൻ കഴിയില്ല. അവർക്ക് സമ്മർദ്ദമാണ്. അവർ പറഞ്ഞു തരാം, നിങ്ങളുടെ പല ആൾക്കാരും പോലീസുകാരും പറയും, നീ ഒരു ഭക്ഷണം അവിടെ എടുത്തു വെക്ക്, ഞാൻ ഒഴിവുണ്ടാവുമെന്ന് കഴിച്ചോളാം എന്ന് പറയും. അവരെന്നെ പറയും, നിങ്ങളുടെ ഭക്ഷണമാണ് കറക്റ്റായിട്ട് കിട്ടുന്നുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ നിർത്തി വെക്കാതിരിക്കാൻ. ഇന്നലെ ഭയങ്കര DIGനോട് സംസാരിക്കാൻ വേണ്ടി ഏർപ്പാടൊക്കെ ചെയ്താണ്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇതിൻ്റെ കോലം മാറി പെട്ടെന്ന് അവർ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്, ഞങ്ങൾ നിർത്തിയല്ലാതെ നിർവാഹമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നിലവിൽ നിർത്തിപ്പോയത്. ഞങ്ങൾക്കിത് നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് ശക്തമായി ആവശ്യപ്പെടാനുള്ള കാര്യം, ജനങ്ങൾക്ക് എന്ത് ചെയ്യണം, ഭക്ഷണം കിട്ടണം. പ്രത്യേകിച്ച് സർക്കാർ സംവിധാനം എന്താണെന്ന് അറിയില്ല, അതിനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുണ്ട്. ഇവിടെ വോളണ്ടിയേഴ്സ് ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ഈ നാടിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി വന്ന പാവപ്പെട്ട വോളണ്ടിയേഴ്സ് കേരളത്തിലെ തിരുവനന്തപുരത്ത് നിന്ന് വന്നവരുണ്ട്, കാസർഗോഡ് വന്നവരുണ്ട്, പാലക്കാട് നിന്ന് വന്നവരുണ്ട്, അങ്ങനെ കേരളത്തിന് പുറത്തുനിന്ന് വന്നവരുണ്ട്. അവർക്ക് ഭക്ഷണം കിട്ടാതെ തിരിച്ചു പോകുന്ന കേരളം എന്നുള്ള നിലക്കും നമ്മളെ നാട് എന്നുള്ള നിലക്കും നമുക്ക് മാനക്കേടാണ്. ഇതിന് സംവിധാനം ഉണ്ടായത് ഇതിനെ പൊളിക്കാൻ ശ്രമിച്ചു. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ് ഇതിന് കാരണം. അതിന് ഉത്തരവാദിത്തം അവർ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എന്തെങ്കിലും പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞങ്ങൾ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകുന്നതന്നെയാണ് പറയാനുള്ളത്. നേരത്തെ മന്ത്രി വന്നപ്പോൾ എല്ലാവരും ഫുഡ് കിട്ടിയെന്ന് അവർ പറഞ്ഞു. ആ ഒരു ഫുഡ് കഴിച്ചിട്ടില്ല, ഒരാൾ പോലും ഫുഡ് കഴിച്ചിട്ടില്ല. അത്രയും മോശം അവസ്ഥ അവിടെ നിൽക്കുന്നത്.